السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 75-ാമത്തെ വചനത്തിൽ കല്ലുകൾ പോലെ കാഠിന്യമേറിയ ഹൃദയമുള്ള മനുഷ്യരെക്കുറിച്ചും അതുപോലെ വിവിധ തരത്തിലുള്ള കല്ലുകൾ ജലം പൊട്ടിപ്പുറപ്പെടുകയും അതുപോലെ ഭയനിർഭരരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്രശിരസ്കരാകുന്ന കഠിനഹൃദയരായ ആളുകളും ഉണ്ട്. ഇപ്പോൾ പല രീതിയിലുണ്ട് കല്ലുകൾ എന്ന് നമുക്ക് ഉപമാരൂപത്തിൽ വിശദീകരിച്ച് തരികയാണ് പ്രസ്തുത വചനത്തിൽ. അത് 75-ാമത്തെ വചനം നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായ നിലയിൽ പാരായണം ചെയ്ത് ആ ഹൃദയങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് അള്ളാഹു ഉപമാരൂപത്തിൽ വിശദീകരിച്ച് നമുക്ക് തരുന്നതെന്നും നമ്മൾ ഏതവസ്ഥയിലാണ് എന്നും അതുപോലെ മറ്റുള്ളവരുടെ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവരെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല രീതിയിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങളും വരുന്നത് കാണാവുന്നതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു, ദ ഹാർട്ട്സ് ഓഫ് ദീസ് പീപ്പിൾ, ഈ ആളുകളുടെ ഹൃദയങ്ങൾ ബികം സോ ഹാർഡ്, വളരെ കട്ടിയുള്ളതായിത്തീരുന്നു, ലൈക്ക് സ്റ്റോൺസ്, പാറകൾ പോലെ, that they are not able to grasp the message of God. അവരുടെ ഹൃദയങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദേശത്തെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അത് ഒരു സൈസ് ആളുകളാണ്, അങ്ങനെ കഠിനഹൃദയരായ ആളുകൾ. ആ ആളുകൾക്ക് ദൈവത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അവരുടെ ഹൃദയങ്ങൾ കഠിനതരങ്ങളാണ്. ഇത് നമ്മൾ തബ്ലീഗ് രംഗത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് അവരെ സമീപിക്കുവാൻ കഴിയും. അതുപോലെ നമ്മെ സ്വയം മനസ്സിലാക്കാനും വിലയിരുത്തുവാനും കഴിയുന്നതാണ്. ബൈ ദ യൂസ് ഓഫ് ദ വേർഡ് സ്റ്റോൺസ്, ഈ സ്റ്റോൺസ്, പാറകൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഗോഡ് ഡിസ്ക്രൈബ്സ്, അള്ളാഹു തആല വിശദീകരിക്കുന്നത് ദ പൊസിഷൻ ഓഫ് ദ ഇൻഫിഡൽസ്, സത്യനിഷേധികളുടെ അവസ്ഥയാണ്, അവരുടെ സ്ഥാനം, അവരേത് രീതിയിലാണ് നിലകൊള്ളുന്നത് എന്നും. ദാറ്റ് വാട്ട് എവർ മേ ഹാപ്പൻ, എന്തു തന്നെ സംഭവിച്ചാലും ദെയർ ഹാർഡ്നെസ് വിൽ നെവർ ബി സോഫ്റ്റൻഡ്, അവരുടെ കാഠിന്യമുള്ള ഹൃദയം മൃദുലമാവുകയില്ല. ദെയർ ഹാർഡ്നെസ് വിൽ നെവർ ബി സോഫ്റ്റൻഡ് ടുവേഴ്സ് ഗോഡ് മെസ്സേജ്, ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ നേരെ അവരുടെ ഹൃദയം മൃദുലമാകുകയില്ല. അങ്ങനെയുള്ള കഠിനഹൃദയരായ ആളുകളുണ്ട്, അവരെ ഇൻഫിഡൽസ് അഥവാ സത്യനിഷേധികൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി മറ്റ് ചില കല്ലുകളെക്കുറിച്ചാണ്. അപ്പോൾ അതൊരു സൈസ് കല്ലാണ്. സത്യനിഷേധികൾ സത്യനിഷേധത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ
സത്യം ഇവിടെ സ്ഥാപിക്കേണ്ട, ഇവിടെ അസത്യം മതി, അധർമ്മം മതി എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നതായ ആളുകൾ. ഇത് മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകൾ കല്ല് നോക്കാം. ഓൺ ദ അതർ ഹാൻഡ് അതുപോലെ മറ്റൊരു സൈഡ് ബൈ സെയിങ് ആൻഡ് ഷുവർലി ദർ ആർ സം സ്റ്റോൺസ് ഫ്രം വിച്ച് സ്ട്രീംസ് ബേസ്റ്റ് ഫോൾസ്. ചില കല്ലുകളെ നിങ്ങൾക്ക് കാണാം, അതിൽ നിന്നും അരുവികൾ പൊട്ടി ഒഴുകുന്നതായിട്ട്. ആ കല്ല് ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും, അതിൻ്റെ അടിയിലൂടെ അതിൻ്റെ വിടവിലൂടെ അരുവികൾ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കും. ഗിവ്സ് ഹോപ്പ്, അത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ദാറ്റ് ദർ ആർ സം പീപ്പിൾ, ചില ആളുകളുണ്ട്, ഹു മേ അറ്റ് ഫസ്റ്റ് ഹാവ് എ ഹാർഡൻഡ് ഹാർട്ട്, പ്രഥമ ദൃഷ്ടിയാൽ അവർ വലിയ കഠിനഹൃദയരായി നമുക്ക് തോന്നാം. ടുവേഴ്സ് ദ മെസ്സേജ് ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ സന്ദേശത്തിൻ്റെ നേരെ. അള്ളാഹുവിൻ്റെ സന്ദേശത്തെ എതിർക്കുന്ന കഠിനഹൃദയരായ ചില ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. ബട്ട് ലേറ്റർ ഓൺ, എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ, ഗോഡ് പ്ലേസസ് ദെയർ ഇൻ ഹിസ് ലൈറ്റ്, അള്ളാഹു താല അവരുടെ ഉള്ളിൽ അവൻ്റെ പ്രകാശം നിറയ്ക്കുന്നു. അവർ നല്ല കഠിനഹൃദയരാണ്, ഒന്നിനും വഴങ്ങാത്തവരാണ്. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ അള്ളാഹു താല അവൻ്റെ പ്രകാശത്തെ സ്ഥാപിക്കുന്നു. തസ് അട്രാക്റ്റിംഗ് ദം ടുവേഴ്സ് ദ ട്രൂത്ത് ഓഫ് ഹിസ് മാനിഫെസ്റ്റേഷൻ. തസ് അട്രാക്റ്റിംഗ്, അങ്ങനെ അവരെ ആകർഷിക്കുന്നു. ടുവേഴ്സ് ദ ട്രൂത്ത് ഓഫ് ഹിസ് മാനിഫെസ്റ്റേഷൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലുള്ള സത്യത്തിൻ്റെ നേരെ അവർ ആകർഷണമുള്ളവരായി തീരുകയും അങ്ങനെ അവർ വിശ്വാസികളായി തീരുകയും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവരായി മാറും. അത് പാറയിൽ നിന്നും അരുവി പൊട്ടി ഒഴുകുന്നത് പോലെയുള്ള മാനസിക നിലയുള്ള ആളുകളാണ്. അത് മറ്റൊരു രീതിയാണ്. Therefore, അതുകൊണ്ട് ദിസ് ഫ്രേസ് റെപ്രസെൻറ്റ്സ് ഹോപ്പ്, ഈ വാക്യം, ഈ പദസമുച്ചയം പ്രതീക്ഷ നൽകുന്നതാണ്. ഫോർ റെയർലി ഡു വി ഫൈൻഡ് വാട്ടർ ഗഷിംഗ് ഫോർത്ത് ഫ്രം സ്റ്റോൺസ്. പാറയിൽ നിന്ന്, അതിൻ്റെ ഇടയിലൂടെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധാരണഗതിയിൽ വെള്ളം പുറത്തേക്ക് വരുന്നത് വളരെ അപൂർവമാണ്. ഫോർ റെയർലി ഡു വി ഫൈൻഡ്, വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. വാട്ടർ ഗഷിംഗ് ഫോർത്ത് ഫ്രം സ്റ്റോൺസ്, കല്ലുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത്. ആൻ ഇമേജ് ഓഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ എക്സാമ്പിൾ ഓഫ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിനുള്ള ഒരു പ്രതീകാത്മകമായ നിലയിൽ അതിനൊരു സാദൃശ്യം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉദാഹരണത്തിലൂടെ ഇത്തരത്തിലുള്ള പാറകളെക്കുറിച്ച് നമുക്ക് ബോധ്യമാവും. അതായത് അവർ സത്യത്തിനെതിരായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട്, ദൈവിക വചനവുമായി വന്ന ആളിനെതിരായിട്ട് നിലകൊണ്ട ഒരാളായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാറ പോലെ ഉറച്ച മനുഷ്യൻ, ഒന്നിനും വഴങ്ങാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത ധൈര്യശാലിയായ പ്രസ്തുത വ്യക്തി. അദ്ദേഹം എന്താണോ പറയുന്നത് അതാണ് ശരി എന്നുള്ള തീരുമാനത്തിൽ മക്കയിലെങ്ങും നടന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് എങ്ങനെ ഉപമിക്കാം? ഡു വി ഫൈൻഡ് വാട്ടർ ഗഷിംഗ് ഫോർത്ത് ഫ്രം സ്റ്റോൺസ്. റെയർലി, വളരെ അപൂർവമായിട്ട് കല്ലുകളിൽ നിന്ന് ജലം ഉത്ഭവിക്കുന്ന ഉദാഹരണമായിട്ട് നമുക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പരിശോധിക്കാവുന്നതാണ്. ഹു വാസ് ഫോർമോസ്റ്റ്, അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായ ആളായിരുന്നു. ദ ബിറ്ററസ്റ്റ് എനിമി ഓഫ്, അതുപോലെ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവുമായിരുന്നു. ആൻഡ് ദ പ്രോഫറ്റ്സ്, അതുപോലെ പ്രവാചകനെതിരിൽ നിലകൊണ്ടു, ഇസ്ലാമിന് എതിരിൽ നിലകൊണ്ടു. ഏറ്റവും ശ്രദ്ധേയനായ കൊടിയ ശത്രുവായിരുന്നു ഇസ്ലാമിൻ്റെ. അങ്ങനെയുള്ള ഉമർ ഫാറൂഖ്, അണ്ടർ ഹിസ് അപ്പാരൻ്റ് ഹാർഷ്നെസ്, ഈ അതികാഠിന്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നിട്ടും അണ്ടർ ഹിസ് അത് പ്രകടമായതാണ്. അദ്ദേഹത്തിൻ്റെ ആ പരുഷത, കാഠിന്യം, ഇതൊക്കെ ഉണ്ടായിട്ടും ഗോഡ് മെയ്ഡ് നോൺ ടു ദ വേൾഡ്,
അല്ലാഹു തആല ലോകത്തിനെ അറിയിച്ചു കൊടുത്തു. വാട്ട് എ ജം ഹി വാസ്. അദ്ദേഹം ഏത് രീതിയിലുള്ള ഒരു മുത്താണ് എന്ന്. ഹി റിയലി വാസ് ഓൺസ് ഹിസ് ഹാർഷ്നെസ്. ഒരിക്കൽ അദ്ദേഹം അതികഠിനമായ നിലപാടുകൾ സ്വീകരിച്ച സത്യത്തിന് നിഷേധിയായിരുന്ന ആ വ്യക്തിയിൽ ഒളിഞ്ഞുകിടന്ന മുത്ത് ലോകത്തിൻ്റെ മുമ്പാകെ അല്ലാഹു തആല എടുത്തു കാണിക്കുന്നു. വാസ് ബ്രോക്കൺ. ആ കല്ലിനെ, ആ ഹാർഷായ കഠിനമായ കല്ലിനെ തട്ടിപ്പൊട്ടിച്ചു. ആൻഡ് ഫെയ്ത്ത് ആൻഡ് ലവ് ഫോർ അള്ളാഹുവിലുള്ള വിശ്വാസവും സ്നേഹവും അതിനകത്ത് നിക്ഷേപിച്ചു. ആൻഡ് ഹിസ് പ്രോഫറ്റ്, അതുപോലെ അവൻ്റെ പ്രവാചകനോടുള്ള സ്നേഹവും ആ കഠിന ഹൃദയത്തിൽ നിക്ഷേപിച്ചു. വേർ ഇൻസ്റ്റിൽഡ് ഇൻ ഹിസ് ഹാർട്ട്. അങ്ങനെ ആ ഹൃദയത്തിൽ അങ്ങനെ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും സത്യവിശ്വാസത്തോടുമുള്ള സ്നേഹം സ്ഥാപിച്ചു. അത് ആ കഠിന ഹൃദയത്തെ ബ്രോക്ക് ചെയ്തതിന് ശേഷമാണ്, പൊട്ടിച്ചതിന് ശേഷമാണ്. അപ്പം അങ്ങനെയുള്ള പാറകളും. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യരുമായി ബന്ധിതമായ ഈ ഉപമാരൂപത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ തബ്ലീഗ് ദഅവത്തുള്ള എന്ന പ്രക്രിയയൊക്കെ നമുക്ക് നമ്മളൊന്ന് കണ്ട് രണ്ടാമത്തേന് ആളുകളെയൊക്കെ കളഞ്ഞ് അങ്ങ് പോകും. പിന്നെ ഒരു സ്ഥിരമായ ഒരു ഉറപ്പ് ആ കാര്യത്തിൽ ഇല്ല. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ പഠിക്കാത്തത് മൂലവും അത് മനസ്സിലാക്കാത്തത് മൂലവും അതനുസരിച്ചുള്ള പ്രവർത്തികൾ ദൈനംദിനം ചെയ്യണമെന്നുള്ള ഒരാർത്തി ഉണ്ടല്ലോ. വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു ആർത്തി, എവിടുന്നെങ്കിലും അത് കിട്ടണമെന്നുള്ള, അതുപോലെ വിശക്കുമ്പോൾ ആഹാരം വേണമെന്നുള്ള, ഇതുപോലെ ഉള്ള ഒരു ആർത്തി മനുഷ്യനിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ അള്ളാഹുവിനുള്ള വിശ്വാസവും അവൻ്റെ പ്രവാചകനിലുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള ഒരു ജീവിതക്രമവും എനിക്ക് നടത്തണം എന്നുള്ള ആ ഒരു ആർത്തി നമ്മളിൽ ഓരോരുത്തരിലും വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കഠിനമായ പാറ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ മുത്തിനെ സൃഷ്ടിക്കുവാൻ, ഏറ്റവും നല്ല ഭരണാധികാരിയെ സൃഷ്ടിക്കുവാൻ, ഏറ്റവും നല്ല അനുകമ്പയുള്ള ആളിനെ സൃഷ്ടിക്കുവാൻ, അവിടെ നിന്ന് ജലം പൊട്ടി ഒഴുകി അത് ലോകമെമ്പാടും വ്യാപിക്കുന്ന നിലയിലേക്ക് ആ സ്നേഹത്തിൻ്റെയും ശീതളഛായയുടെയും മന്ദമാരുതൻ അങ്ങനെ ലോകമെങ്ങും വീശുന്ന നിലയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഉമറുൽ ഫാറൂഖിനെ അല്ലാഹു തആല മാറ്റി. ഇതുപോലെ നമ്മളൊക്കെ വലിയ കഠിനഹൃദയരാണെങ്കിലും നമ്മൾ ധരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും അവരിലും ചില നന്മകൾ ഒളിഞ്ഞു കിടക്കാം. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മഹാമനുഷ്യരെ സൃഷ്ടിക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ദൃഢമാനസരായ ആളുകളാണ്. ചാഞ്ചാടി നടക്കുന്നവരെ അല്ല നമുക്ക് ആവശ്യം. ദൃഢമാനസരായ ആളുകൾ തങ്ങളുടെ കർമ്മവുമായി, നമ്മളുടെ പ്രവർത്തനവുമായി ലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൃഢമാനസരായ ആളുകൾ ആണ് നമുക്കാവശ്യം. അല്ലാത്തവരൊക്കെ ഇങ്ങനെ ആടി നടക്കും. എങ്ങോട്ടെങ്കിലുമൊക്കെ എന്തെങ്കിലും തനിക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശലക്ഷ്യമൊന്നുമില്ലാത്ത നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ളവരെ കൊണ്ട് ലോകത്തിന് ഒരു പ്രയോജനവുമില്ല. അവർക്ക് തന്നെയും പ്രയോജനമില്ല, അവരുടെ കുടുംബത്തിനും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളാണ്. അത് ഉറച്ച മാനസിക നിലയുള്ള ആളുകളെ സൃഷ്ടിക്കുകയും അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും അടിയുറച്ച വിശ്വാസം, സ്നേഹം, അതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസ സംഹിത, അതിനുവേണ്ടി അവർ നിലകൊള്ളുന്നു. അങ്ങനെയുള്ള പാറകളെയാണ് നമുക്ക് ഈ വചനത്തിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.